നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. അമേരിക്ക ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരികയാണ്. അതായത് ഈ സംഘർഷത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ, ഈ യുദ്ധം എങ്ങനെ കൊണ്ടുപോകണമെന്നും എത്ര കാലം കൊണ്ടുപോകണമെന്നും തുടങ്ങി ഇറാന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പുതിയ വിവരം. ഒരുപക്ഷെ ഇറാൻ കരുതിയതിനേക്കാൾ വളരെ ദുർബലമാണ് അമേരിക്ക എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഈ യുദ്ധം ആദ്യമേ ഇറാൻ പറഞ്ഞിരുന്നു, നിങ്ങളാണ് തുടങ്ങിയതെങ്കിലും ഇത് എന്ന് അവസാനിപ്പിക്കും എന്ന്, ഇത് അവസാനിപ്പിക്കുന്നത് ഇറാനായിരിക്കും എന്ന് ഒരു ഘട്ടത്തിൽ ഇറാൻ പറഞ്ഞിരുന്നു. അത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലാവധി കഴിയുന്നതുവരെ യുദ്ധം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാൻ ഇറാന് സാധിക്കുമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ, അതായത് IRGCയുടെ കമാൻഡർ ഇൻ ചീഫിൻ്റെ മുതിർന്ന ഉപദേഷ്ടാവായ മുഹമ്മദ് റസ നഖ്ദി വ്യക്തമാക്കിയിട്ടുള്ളത്. സംഘർഷം നീട്ടിക്കൊണ്ടുപോയി ശത്രുവിനെ തളർത്തുന്നതിലൂടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ആക്രമണങ്ങളെ തടയാൻ കഴിയുമെന്നും ഇദ്ദേഹം അവകാശപ്പെട്ടു. അടുത്ത പ്രസിഡന്റ് കാലാവധി എത്തുന്നതുവരെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയും അമേരിക്കയ്ക്ക് കനത്ത നഷ്ടമുണ്ടാക്കുകയും ചെയ്യുക എന്നത് മുന്നിലെ ഒരു വഴിയാണ്. ഇറാനെ ആക്രമിക്കാൻ മുതിരുന്ന ഏതൊരാളും അതിനു വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയും. നിലവിൽ യുദ്ധത്തിൽ ഇറാനാണ് മുന്നിൽ, എന്നാൽ അന്തിമ ലക്ഷ്യത്തിലെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നും നഖ്ദി പറഞ്ഞു. തങ്ങളെ ആക്രമിക്കാൻ ശത്രുക്കൾ ഇനി ഒരിക്കലും തുനിയാത്ത രീതിയിലുള്ള പ്രതിരോധം തീർക്കുകയാണ് ഈ യുദ്ധം ദീർഘിപ്പിക്കലിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. നിലവിലെ പോരാട്ടത്തിൽ നിന്ന് ഇറാൻ ഏറെ കാര്യങ്ങൾ പഠിച്ചു. ഒരുപക്ഷെ ആ പഠിച്ചതുപോലെ തന്നെ നഷ്ടപ്പെട്ട ആയുധങ്ങൾ വീണ്ടും ദിവസങ്ങൾ ചെല്ലുന്തോറും വീണ്ടും അത് പുനർനിർമ്മിക്കുകയും നഷ്ടപ്പെട്ടു പോയ മിസൈൽ ലോഞ്ചറുകളും അതുപോലെ തന്നെ മറ്റു സൈനിക കേന്ദ്രങ്ങളും എല്ലാം ഇറാൻ അനുദിനം അത് പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ കരുതിയതിനേക്കാൾ വളരെ ദുർബലമാണ് US സൈന്യമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇറാൻ നിലവിൽ കൂടുതൽ മിസൈൽ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധം വർഷങ്ങളോളം നീണ്ടാലും റോക്കറ്റ് ആക്രമണങ്ങൾ തുടരാൻ കഴിയും. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ മിസൈൽ ശേഖരം തീർന്നുപോയാൽ ഇറാൻ ഇതിലും വലിയ ഭീഷണി ഉയർത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിസൈലുകൾ ഇല്ലാതെ ഇറാൻ എങ്ങനെ കൂടുതൽ അപകടകാരിയാകും എന്ന ചോദ്യത്തിന് ലോകമെമ്പാടും US-ന് ആയിരക്കണക്കിന് സാമ്പത്തിക താൽപ്പര്യങ്ങളും നിക്ഷേപങ്ങളും ഉണ്ടെന്നും അവയെല്ലാം എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കുമെന്നുമാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരിക്കാൻ പക്ഷേ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കാരണം ഇസ്രയേലിൻ്റെ പ്രലോഭനത്തിൽ വീണ് ട്രംപ് വിചാരിച്ചത് ഇറാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. കാരണം വർഷങ്ങളായി ഉപരോധങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആധുനിക സജ്ജീകരണത്തിലുള്ള പുതിയ അത്യാധുനിക ഉപകരണങ്ങളോ യുദ്ധവിമാനങ്ങളോ ഒന്നുമില്ലാത്ത കുറച്ച് മിസൈലും ബോംബും ഡ്രോണുകളൊക്കെ വച്ച് ഒരു നിസ്സാര രാജ്യമാണെന്നും എളുപ്പത്തിൽ യുദ്ധം ഒരുപക്ഷെ ഒരാഴ്ച കൊണ്ട് യുദ്ധം നമുക്ക് ജയിച്ചിട്ട് പോകാം എന്നൊക്കെ കരുതിയാണ് ട്രംപ് ഈ യുദ്ധത്തിനിറങ്ങിയത്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും അമേരിക്കയ്ക്ക് ഭീകരമായ നഷ്ടമാണ് ഈ യുദ്ധത്തിലുണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം 17ഓളം ജവാന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് അമേരിക്ക പറയുന്നതെങ്കിലും അതിലും കൂടുതലാണ് മരണം സംഖ്യ അമേരിക്കയുടെ ഭാഗത്തുണ്ടായത് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. മാത്രമല്ല അമേരിക്കയുടെ തന്നെ യുദ്ധവിമാനങ്ങളും ചരക്ക് വിമാനങ്ങളും കപ്പലുകൾക്ക് കേടുപാടുകൾ തുടങ്ങി നിരവധി നഷ്ടം, ഭീകരമായ നഷ്ടം അമേരിക്കയ്ക്ക് ഇറാനിൽ നിന്നും സംഭവിച്ചിട്ടുണ്ട്. ഈ അത്യാധുനിക ഉപകരണങ്ങളൊന്നുമില്ലാത്ത ഇറാനാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടതും അതുപോലെ മറ്റ് ഒരുപാട് നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദിവസങ്ങൾ ചെല്ലുന്തോറും തന്നെ അമേരിക്കയ്ക്ക്, അതായത് നമ്മളെ ട്രംപിന് മനസ്സിലായി ഇത് നിസ്സാര കളിയല്ല, ഇത് എങ്ങും തീരില്ല. കരയുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് തുടങ്ങാത്തത്? കാരണം ഇറാൻ്റെ ആ ഭൂപ്രകൃതി അനുസരിച്ച് കരയുദ്ധത്തിന് ചെല്ലുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് പിന്നീട് സാഹചര്യത്തിൽ ട്രംപിന് മനസ്സിലായി. അങ്ങനെ എന്തായാലും യുദ്ധത്തിനിറങ്ങി തോൽപ്പിക്കാനും കഴിയുന്നില്ല, എന്നാൽ ജയിച്ച് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഊരാക്കുടുക്കിൽപ്പെട്ട് നിൽക്കുന്ന ഈ വേളയിലാണ് ട്രംപ് തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും വെടിനിർത്തി ശാന്തരായിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് തോൽവിക്ക് തുല്യം തന്നെയാണ് എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ അഭിപ്രായപ്പെടുന്നത്. കാരണം ഇതുപോലെ ഇറാനെപ്പോലുള്ള രാജ്യത്തെ ഇത്രയും നാളായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ അമേരിക്കയുടെ ദൗർബല്യം ലോകത്തിന് മുന്നിൽ ഏറ്റവും കൂടുതൽ വെളിച്ചത്ത് വന്ന ഒരു സംഭവമാണ്. എന്തായാലും കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.